സോ എല്ലാവർക്കും ഒരു സീക്രട്ട് ഏജൻറ്റിൻ്റെ ക്രിക്കറ്റ് വ്ളോഗ് എഗെയിൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെരിന്തൽമണ്ണ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ IPL ടീം, നമ്മുടെ സഞ്ജു ക്യാപ്റ്റനായ രാജസ്ഥാൻ റോയൽസിൻ്റെ IPL ടീം പ്രാക്ടീസിന് വരികയാണ്. ദിസ് ഈസ് പാഷ. അപ്പോൾ പാഷ പോയിട്ടുണ്ട്. അപ്പോൾ വിഷയം വേറൊന്നുമല്ല, കണ്ടോ എല്ലാവരും പോകുന്നുണ്ട് പ്രാക്ടീസ് ചെയ്ത്. നമ്മളെ കാർത്തികാണ്. അപ്പോൾ അവരൊക്കെ വിശദമായി പരിചയപ്പെടുത്തി തരാം എല്ലാവരെയും. അപ്പോൾ ഇന്ന് ഫ്രൈഡേ, അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ഇവിടെ സഞ്ജു സാംസൺ നമ്മുടെ പെരിന്തൽമണ്ണ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാജസ്ഥാൻ റോയൽസ് IPL ടീമിൻ്റെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. മലപ്പുറത്തെ എല്ലാ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ പ്രാക്ടീസ് കാണാൻ പറ്റും. സോ പ്രാക്ടീസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അപ്പോൾ പ്രാക്ടീസിൻ്റെ ടൈമിൽ ഞാനതിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കി കാണിച്ചു തരാം. അപ്പോൾ നാളെയും മറ്റന്നാളും ഓക്കെ പ്രാക്ടീസ് കാണാൻ താല്പര്യമുള്ളൂ. ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അതായത് ഒരു IPL ടീമിൻ്റെ പ്രാക്ടീസ് കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അറിയാലോ, അത് കാണാൻ തന്നെ ഭയങ്കര പാടാണ്, കാണാൻ ഭയങ്കര രസമാണ്, പഠിക്കാൻ ഒരുപാടുണ്ട്. ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ആവുന്നു IPL വേണ്ടിയിട്ട്, ഇതൊക്കെ മലയാളികൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു IPL ടീമുള്ള സമയത്തായിരുന്നു നമുക്കിതൊക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമുക്ക് ടീമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ മലയാളികൾ തന്നെ IPL കാണാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി ചിന്നസ്വാമിയിലൊക്കെ പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചാൻസാണ്, എല്ലാവർക്കും IPL പ്രിപ്പറേഷൻസ് കാണാം, ഇവരെങ്ങനെ നെറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് കാണാം. എല്ലാ സംഗതികളും ശനി ഞായർ നിങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വന്നാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ വിക്കറ്റിൻ്റെ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. പ്രാക്ടീസ് വിക്കറ്റിൻ്റെ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഇന്നിവിടെ ത്രോ ഡൗൺ ആണ് സഞ്ജുവിന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗിരീഷൻ റെഡിയാണ്. റോബോ ആം ഗിരീഷ് ബ്രോ റെഡിയാണോ? എറിയാൻ റെഡിയാ? എത്ര സ്പീഡിൽ എറിയും റോബോ? 140 പോകും അല്ലേ? 140 മറ്റേ അനങ്ങി അറിയുമല്ലോ, അത് സ്വിങ് ആവുമല്ലോ, ഉള്ളും പുറത്തേക്കും ഒക്കെ പോകും. സ്പിന്നോ? എല്ലാം അറിയുമല്ലേ? ബൈ ദ വേ ഗിരീഷൻ ബ്രോ ഫ്രം വയനാട്. യെസ്. അപ്പോൾ സഞ്ജുവിന് ഇന്ന് ത്രോ ഡൗൺ പ്രാക്ടീസ് ചെയ്യാനും എറിയാനും ഗിരീഷാണുള്ളത്. ആൻഡ് ബൈ ദ വേ പാഷനെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പരിചയപ്പെടുത്തിയില്ല. പാഷ നമ്മുടെ കോച്ചാണ്. ആൻഡ് ഞാനും പാഷയും ഒപ്പം കളിച്ചാണ്. എനിക്കൊരു ഭാഗ്യമുണ്ടായി പാഷേനെ ഒപ്പം കളിക്കാൻ. മാൻ 4 ബോളാണ്. എടാ ബോൾ കണ്ടാ, സാധാരണ നമ്മൾ കളിക്കുന്ന ബോള് വെറും തപ്പടാച്ചി ബോളാണ്. ദിസ് ഈസ് നോട്ട് ദാറ്റ്. ദിസ് ഈസ് കുക്കവറേടാ. ഈ ബോളിന് എത്ര? 1-ന് 8,000. 10 റുപ്യ ഉണ്ടോ? 17 IPL ബോളല്ലേ? 8 അല്ല, അതിലുണ്ടല്ലേ? 17 രൂപ. 17,000 റുപ്പീസാണ് ഒരു ബോളിൽ നിന്നാണ്. ഓക്കെ, ഇഫ് ഐ എം നോട്ട് റോങ് എന്നോട് ക്ഷമിക്കുക, ഇനി ആ പേരിൽ തന്നെ ഇതാക്കരുത്. സോ ദിസ് ഈസ് ദ IPL ബോൾ. ഞങ്ങളൊക്കെ കളിക്കുന്ന ബോളിന് ഏറിപ്പോയി 800 രൂപ വില ഉള്ളൂ. ഇത് ഇത്രയും രൂപ വിലയുള്ള ബോളാണ്. ഓക്കെ, ഇത് കാണാൻ കിട്ടുന്നതിൻ്റെ ഒരു ഭാഗ്യം. എനിക്ക് പണ്ട് ഓർമ്മ ഉണ്ടാ, ഞാനേ ബാംഗ്ലൂർ NCL ബോളറിന് എടുക്കാൻ പോയ സമയത്ത് ഞാൻ 2 അടിച്ചു മാറ്റി. നഗ്ന സത്യം, ഇതടിച്ചു മാറ്റാൻ പറ്റില്ല. അതെ, എണ്ണ ഉണ്ട്, അതുകൊണ്ട് അടിച്ചു മാറ്റാൻ പറ്റില്ല. മഷൂദ് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ, ബാറ്റ്സ്മാൻ. സോറി, മാറിപ്പോയടാ, ഞാൻ മറ്റേ ഇസാക്കിൻ്റെ ഓർമ്മയില്ല. ഓക്കെ, ഇന്ന് എനിക്ക് എന്താ പരിപാടി ഇവിടെ? ബോൾ പെറുക്കൽ, ഓടി നടക്കൽ, ബോൾ പെറുക്കൽ. ഇന്ന് അതാണ് പരിപാടി. ഇന്ന് ഞാൻ ഇവിടെ നമ്മുടെ സ്വന്തം എത്തിയാ സഞ്ജു എത്തിയിട്ടുണ്ട്. അതൊന്ന് നമ്മളെ മുസ്തു ദ മാൻ, കർട്ടൻ റൈസർ അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞെടുത്ത് പിച്ച്. ഇത് നമ്മളെ മോഹനേട്ടൻ, പിച്ച് മെയിൻ ക്യൂറേറ്റർ പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ മോഹനേട്ടനാണ്. വർഷങ്ങളായിട്ട് മോഹനേട്ടൻ ഉണ്ടാക്കുന്ന വിക്കറ്റിലാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു മോഹനേട്ടാ. അപ്പോൾ ഇതാണ് വിക്കറ്റ്. ഇന്ന് ഏറ് തുടങ്ങി അടിപോള വിക്കറ്റ് ഇതാണ്. മോഹനേട്ടാ ഇതിലാണോ മാർബിൾ ഇടുന്നത്? ഇതിൽ തന്നെ അല്ലേ മാർബിൾ ഇട്ടിട്ട്? അങ്ങനെ കുറേ ഇതിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടാ ഈ വിക്കറ്റിൽ മാർബിൾ ഇടും. മാർബിൾ ഇട്ടിട്ട് അതിനകത്ത് റബ്ബർ ബോളൊക്കെ എറിഞ്ഞിട്ടാണ് പ്രാക്ടീസ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം.
വിദൂരതയിൽ സഞ്ജുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സഞ്ജു വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അവർ സഞ്ജു സാംസൺ കമ്മിങ് ടു ദ ഗ്രൗണ്ട്. ഇതാ നടന്നു വരുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ടൈമായി തുടങ്ങി. സഞ്ജു വിക്കറ്റ് നോക്കാൻ വേണ്ടി വരികയാണ്. സഞ്ജു ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സഞ്ജുവിന് നെറ്റ്സിൽ ബോൾ എറിയാൻ പോകുന്ന ആളാണ് സ്വന്തം ഇഷാഖ്. നമ്മളെ ഓടരുത്, ലെജൻഡ് ജോളി റോസിന്റെ ലെജൻഡായ കൃഷ്ണചന്ദ്രൻ. അതെ, എൻ്റെ അനിയനും അപ്കമിങ് ബോളറുമായ അബിൻ, ജുമൈൽ, ഗോകുൽ. എടാ വാടാ, എല്ലാരും വാടാ. വളർന്നു വരുന്ന യുവതാരങ്ങൾ ദേവനാരായണൻ. ഇത് നമ്മുടെ ജോളി റോസിന്റെ ക്യാപ്റ്റൻ മിസ്റ്റർ ആനന്ദ്. ഇതിന് നമുക്ക് കോഴിക്കോട് നിന്ന് നമുക്ക് ഗസ്റ്റും നമ്മുടെ ടീമിൻ്റെ നെടുന്തൂണുമായ സഫീർ. ഹായ് വിക്കി. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇന്ന് അറിയാൻ വന്ന പിള്ളേർ. ഈ നിൽക്കുന്ന മനുഷ്യനെ അറിയുന്നവരോ മനസ്സിലാക്കിയവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഈ നിൽക്കുന്ന ആളെ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് നാളെ ഇൻ്റെ വക ഫ്രീ ബിരിയാണി. അപ്പോൾ നമ്മുടെ നെറ്റ് സെക്ഷൻ്റെ ഭാഗമായിട്ട് സഞ്ജു അവിടെ പ്രിപ്പയർ ചെയ്യാണ്. പാടൊക്കെ ചെയ്ത് റെഡിയാണ്. ബാക്കി കാര്യങ്ങളപ്പോൾ ഇനി നമുക്ക് വഴിയെ പറയാം. അങ്ങനെ നെറ്റ്സിലേക്ക് സഞ്ജു. അങ്ങനെ പറയലടാ. ബോൾ പോച്ച്, അങ്ങനെ ഒരു ബോൾ പോയിരിക്കുന്നു. അടുത്തതിൻ്റെ കാറിലേക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ കാർ ആ ലെഗ് സൈഡിൽ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അതിൻ്റെ സമാപ്തി ആയിരിക്കും ഇന്ന്. ലെഗ് സൈഡ് അടി വരാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നടാ? നല്ല കനല്ലേ അടി? നല്ല കനല്ലേ? ആനന്ദിന് ശേഷം കനം കുറവുണ്ടായിരുന്നു. നല്ല കനം. ആ മോനതാ പോയി. അതാ അവിടെ എവിടെയോ പോയി വീണു. എങ്കയോ ഇരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ പ്രാക്ടീസ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കും കാണാം.